ഞാൻ ഈ ആക്രാന്തത്തോടെ തൊള്ളിക്കുന്ന സാധനത്തിന്റെ പേരാണ് ഡെലൂലു. എരിവ് അങ്ങേറ്റം ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് ട്രൈ ആണ്. ചുങ്കത്രങ്ങാടിയിലൊന്ന് നോമ്പറന്നിട്ട് ഒരു മനസ്സിനെ കാണാല്ലേ, എങ്ങനെ കാണാണ്ടിരിക്കും. ഇവിടെ പ്രകമ്പനം കൊള്ളിക്കല്ലേ, പ്രകമ്പനം കൊള്ളിക്കാന്ന് വെറുതെ പറഞ്ഞാലേ. ഇപ്രാവശ്യം നമ്മളെ ചെക്കൻ ഇറക്കിയുള്ള വെറൈറ്റി സാധനമാണ് ഇത്. കുടിക്കണേ കുറച്ച് കെൽപ്പുവാണ്. കുലിക്കാൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെ എരിവില്ല സാധനങ്ങൾ കുടിക്കണം, എന്നാലേ നമുക്ക് അവസാനമാകുമ്പോൾ മധുരമുള്ള ഒരു സാധനം കുടിക്കാൻ ഒരു ത്രില്ല് വരുള്ളൂ. അടുത്തായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ മൂത്താപ്പായിട്ടുള്ള കൊടംകുലിക്കാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. പച്ചമുളകൊക്കെ പച്ചക്ക അരച്ച് കഴിക്കുന്ന കടുങ്ങനെ എന്ത് കൊടംകുലിക്ക്, ഓനാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കൊളാവോ നോക്കാം. എന്റെ പേര് കേട്ടപ്പോ കൊളാവുന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഇത്. വത്തക്കന്റെ ഇളനീരിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ആണ് വരുന്നത്. നിന്റെ ഒക്കെ എക്സ്പ്രഷൻ കണ്ടറിയാം ഓനക്കൊക്കെ ഇത് പെരുത്തി ഇഷ്ടമായിക്കണെന്ന്. കളർ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇതാണ് ചെക്കന്മാരടിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന അച്ചാർ സോഡ. ചെക്കന്മാരെല്ലാവരും അച്ചാർ സോഡന്റെ പിന്നാലെ. ആരൊക്കെ വന്നാലും പോയാലും ഫുൾ ജാർ സോഡന്റെ തട്ട് താന്നെ ഇരിക്കും. അത് പല ഫ്ലേവറിൽ അവൈലബിൾ ആണ്. ചില്ലും കൂട്ടക്ക് നോക്കിയപ്പോഴാണ് നമ്മളെ ജാസിനി, അലൻ ജോസ് പെരേനെയും ഡെലൂലുവിനെയും കണ്ടത്. ആഷിക്കിന് പിന്നെ ജാസിനെ പറ്റുള്ളൂ. അത് പിന്നെ അങ്ങനെയാണല്ലോ. നമ്മളെ തട്ടിൽ ഇവര് മാത്രല്ല കേട്ടോ, പുഷ്പി, ആറാട്ടണനും കുടുംബൻ പോറ്റിയൊക്കെ നിറഞ്ഞു കളിക്കുന്നുണ്ട്. എത്രയൊക്കെ ചുണ്ടും ചുറിയും പൊള്ളിയാലും വയറ് കത്തിയാലും നമ്മളെ ചെക്കന്റെ അവസാന ഒരു ഓപ്ഷൻ ഉണ്ട് ബൂസ്റ്റ് കുലുക്കി. അതും കൂടി കുടിച്ചാൽ റാഹത്ത്. ഇജാതി കിർമാണി ഐറ്റങ്ങളെ കിട്ടി. നമ്മളെ ഈറ്റാൻഡോക്കിന്റെ ലൊക്കേഷൻ വരുന്നത് എടമല വളവിൽ ടെറഫിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ വിട്ടോളി.